വായ്പുണ്ണ് മൂലം വിഷമിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. മോണയിലോ വായുടെ അകത്തോ പ്രത്യക്ഷപ്പെടുന്ന ചെറിയ വ്രണങ്ങളെയാണ് പൊതുവെ വായ്പുണ്ണ് എന്ന് വിളിക്കുന്നത്. സാധാരണയായി മഞ്ഞയോ ചുവപ്പോ നിറത്തിലാണ് വായ്പുണ്ണ് കാണപ്പെടുന്നത്. വായ്പുണ്ണ് മൂലം വിഷമിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. മോണയിലോ വായുടെ അകത്തോ പ്രത്യക്ഷപ്പെടുന്ന ചെറിയ വ്രണങ്ങളെയാണ് പൊതുവെ വായ്പുണ്ണ് എന്ന് വിളിക്കുന്നത്. സാധാരണയായി മഞ്ഞയോ ചുവപ്പോ നിറത്തിലാണ് വായ്പുണ്ണ് കാണപ്പെടുന്നത്. വായിലുണ്ടാവുന്ന ചതവ്, അലർജി അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധ എന്നിവയാണ് പലപ്പോഴും വായ്പുണ്ണ് വരാൻ വഴിയൊരുക്കുന്നത്. വായ്പുണ്ണ് അത്ര അപകടകാരിയല്ലെങ്കിലും പലപ്പോഴും വളരെ വേദനാജനകമായിരിക്കും. മാത്രമല്ല, സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. വായ്പുണ്ണ് പലതരത്തിലുണ്ട്. ഓരോ തരം വായ്പുണ്ണിന്റെയും വലുപ്പവും ലക്ഷണങ്ങളും വ്യത്യസ്തമായിരിക്കും. അതിനാൽ ഓരോ വ്യക്തികളിലും ഇത് വ്യത്യസ്ത രീതിയിലായിരിക്കും അനുഭവപ്പെടുക. പുകവലി ഉപേക്ഷിക്കുന്നവരിൽ വായ്പുണ്ണ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ നടത്തിയ പഠനം പറയുന്നത്. മതിയായ ഉറക്കം ലഭിക്കാത്തവരിൽ വായ്പുണ്ണ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വൈകാരികമായ സമ്മർദ്ദം അനുഭവപ്പെടുന്നവരിൽ വായ്പുണ്ണ് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ശരീരത്തിന് ആവശ്യമായ ചില വിറ്റാമിനുകളുടെ അപര്യാപ്തതയും വായ്പുണ്ണിന് കാരണമായേക്കാം. ആർത്തവ കാലയളവിലും യൗവനഘട്ടത്തിലും ഗർഭാവസ്ഥയിലും ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്ന സന്ദർഭങ്ങളിൽ ചിലരിൽ വായ്പുണ്ണ് പ്രത്യക്ഷപ്പെടാറുണ്ട്. ചിലരുടെ ആഹാര രീതിയും വായ്പുണ്ണിന് കാരണമാകുന്നു. എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നവർക്ക് വായ്പുണ്ണ് വരാൻ സാധ്യത ഉണ്ട്. അസിഡിറ്റി കൂടുതലുള്ള പഴങ്ങൾ ധാരാളമായി കഴിക്കുന്നവരിലും വായ്പുണ്ണ് കാണപ്പെടാറുണ്ട്. വായ്പുണ്ണ് ഭേദമാക്കാൻ സഹായിക്കുന്ന ചില വീട്ടുമരുന്നുകളുണ്ട്. വായിലുണ്ടാകുന്ന പലതരത്തിലുള്ള വ്രണങ്ങൾ ഭേദമാകാൻ ഉപ്പുവെള്ളം മികച്ചതാണ്. കുറച്ചു സമയം ഉപ്പുവെള്ളം കവിൾ കൊള്ളുന്നതിലൂടെ വായ്പുണ്ണിന് ആശ്വാസം ലഭിക്കും. വായിലെ മുറിവുകൾ ഉണങ്ങാൻ ഉപ്പുവെള്ളം സഹായിക്കും. വായ്പുണ്ണ് സുഖപ്പെടുത്താൻ ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാം. മുറിവുകളിലെ പഴുപ്പ് കുറയാൻ ബേക്കിംഗ് സോഡ ഫലപ്രദമാണെന്നാണ് പറയപ്പെടുന്നത്.